ഗൈസ് സുഖമായിട്ടിരിക്കുന്നു. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ. പഠിക്കുന്നൊക്കെ ഉണ്ടോടാ പിള്ളേർ? അപ്പോഴേ S5 ഇഷ്ടംപോലെ പഠിക്കാനുണ്ട്. പരീക്ഷ ഉടനെ വരും. പിന്നെ നമുക്കിപ്പോൾ S3 S2 ഒക്കെ ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നല്ലപോലെ പഠിച്ചോണം കേട്ടോ. നമ്മുടെ പാഠത്തിൻ്റെ പേര് നോക്കിയിടാം. നല്ല രസകരമായിട്ടുള്ള സൂപ്പർ പാഠമാണ്. മൊഡ്യൂൾ 5A. മൊഡ്യൂൾ എന്തുവാ? 5A. പ്രിപ്പറേഷൻ ഓഫ് കോസ്റ്റ് ഷീറ്റ്. അടിപൊളി പാഠം, സൂപ്പർ പാഠമാണ്. കാര്യം വെച്ചാൽ ഈ പാഠം പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാര്യം വെച്ചാൽ ഇത് പഠിപ്പിച്ചാൽ സന്തോഷം വരാനുള്ള കാരണം ഇതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും 15 മാർക്കിന്, 100% ഉറപ്പാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു അത്ര ഉറപ്പായിട്ടുള്ള ക്വസ്റ്റ്യനെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇത് പഠിച്ചാൽ പഠിക്കുന്ന കുട്ടികൾക്കിത് ഉപകാരപ്രദമാവുമല്ലോ എന്ന് ഓർത്തുള്ളൊരു സന്തോഷം. അപ്പോൾ നോട്ട്ബുക്കിലോട്ട് എടുത്ത് എഴുതാം. മൊഡ്യൂൾ 5A എന്തുവാണ്? മൊഡ്യൂൾ 5A എന്തുവാടാ? പ്രിപ്പറേഷൻ ഓഫ് എന്തുവാണ്? കോസ്റ്റ് ഷീറ്റ്. അപ്പം നമ്മളിവിടെ പഠിക്കുന്ന സാധനം കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം, കോസ്റ്റ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് ഷീറ്റ് നിങ്ങൾ ചിലപ്പം കോളേജിൽ പഠിച്ചു കാണും അല്ലേ? അപ്പം ഒരു കാരണവശാലും അവിടുത്തെ ഫോർമാറ്റുമായി അല്ലെങ്കിൽ അവിടുത്തതുമായി ഇതിനെ കമ്പയർ ചെയ്യരുത്. ഓക്കെ, കമ്പാരിസൺ വേണ്ട. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചെലവുകളെ രേഖപ്പെടുത്തുന്നതാണ് കോസ്റ്റ് ഷീറ്റ്. കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ചെലവുകളാണ്, എക്സ്പെൻസസ് ആണ് ഇവിടെ രേഖപ്പെടുത്തുന്നത് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ കുറേയധികം ചെലവുകൾ ആണ് കോസ്റ്റ് ഷീറ്റ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റ് പഠിക്കാം. ഒരു വലിയ കോളം, പിന്നെ 2 എമൗണ്ട് കോളം. ഒരു വലിയ കോളവും പിന്നെ 2 എമൗണ്ട് കോളം. ആ വലിയ കോളത്തെ വിളിക്കുന്ന പേരാണ് കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. എന്തുവാണ്? കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. ആ 2 ചെറിയ എമൗണ്ട് കോളത്തെ വിളിക്കുന്ന പേരാണ് എമൗണ്ട്. 2 ചെറിയ കോളം, അവിടെ പൈസ എഴുതുന്ന എമൗണ്ട്. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ പഠിക്കുന്നത്. പരീക്ഷയ്ക്ക് 15 മാർക്കിന് 100% ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. അതിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ്: വലിയൊരു കോളവും പിന്നെ 2 ചെറിയ കോളവും. ആ വലിയ കോളത്തെ വിളിക്കുന്ന പേരാണ് കമ്പോണൻസ് ഓഫ് കോസ്റ്റ്. പിന്നെ 2 കുഞ്ഞൻ കോളത്തെ വിളിക്കുന്ന പേരെന്തുവാ? എമൗണ്ട്. ഓക്കെ, നമുക്ക് പഠിക്കാം. ഈ കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുമ്പോൾ കുറേ അധികം പാർട്ടുകൾ ചേർന്നതാണ്. ചില ഐറ്റംസ് ഇങ്ങനെ കയറി വരുന്ന ഐറ്റംസാണ്. കുറേ പാർട്ടുകളുണ്ട്. ഈ ഫോർമാറ്റ് ഇത് കണക്ക് തന്നെ പഠിച്ചോണം. ഇതിൽ കള്ളം ചേർക്കാൻ, മായം ചേർക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ മേ ബി ഡയറക്റ്റ് തരും. ഇതെല്ലാം ക്വസ്റ്റ്യനിൽ തരും. ക്വസ്റ്റ്യനിൽ നിർത്തി ഇങ്ങോട്ട് പറക്കിയിട്ടാൽ മതി. വേണ്ട സാധനങ്ങളെല്ലാം ക്വസ്റ്റ്യനിൽ തരും. ക്വസ്റ്റ്യനിൽ നിർത്തി ഫോർമാറ്റ് ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് ഡയറക്റ്റ് മെറ്റീരിയലാണ്. ഡയറക്റ്റ് മെറ്റീരിയൽ തന്നെങ്കിൽ ഡയറക്റ്റായിട്ട് എഴുതാം. ഡയറക്റ്റ് മെറ്റീരിയൽ തന്നിട്ടില്ലെങ്കിൽ അത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷനുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതുക. അതിൻ്റെ കൂടെ പർച്ചേസസ് കൂട്ടുക, ആഡ് പർച്ചേസസ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ എന്താ കൂട്ടി? പർച്ചേസസ് കൂട്ടിയിട്ട് അത് താഴെ എഴുതുക. അതിൽ നിന്ന് എന്താ കുറയ്ക്കുന്നു? ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുന്നു. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ കിട്ടുന്ന തുകയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് ഓപ്പണിംഗ് സ്റ്റോക്ക് 1,00,000 ഉണ്ടായിരുന്നു, പർച്ചേസസ് 50,000 ഉണ്ടായിരുന്നു. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 1,00,000, പർച്ചേസ് 50,000, അപ്പോൾ 1,50,000ആയി. അതിൽ നിന്ന് ക്ലോസ് സ്റ്റോക്ക് 60,000 ഉണ്ടായിരുന്നു, അത് കുറയ്ക്കണം, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പം 1,00,000 രൂപ ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസ് 50,000, അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1,50,000. അതിൽ എന്താ കുറയ്ക്കണം? ക്ലോസിംഗ് സ്റ്റോക്ക് ഒരു 60,000 ഉണ്ടായിരുന്നു, കുറച്ചു. 1,00,000 60,000 കുറച്ചാൽ ബാക്കി എത്ര രൂപ വരും? 90,000 രൂപ വരും. ഇതിനെയാണ് എന്തെന്ന് വിളിച്ചത്? ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് വിളിച്ചത്. ചില ക്വസ്റ്റ്യങ്ങൾ ഡയറക്റ്റ് മെറ്റീരിയൽ ഡയറക്റ്റിന് തരും, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എഴുതുന്നത് എന്താണ്? കോസ്റ്റ് ഷീറ്റിൽ ആദ്യം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് എന്തുവാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക്, ആഡ് പർച്ചേസസ്,
ലെസ് എന്തുവാണ് ക്ലോസിങ് സ്റ്റോക്ക്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസസ് ആഡ് ചെയ്യണം. ആഡ് പർച്ചേസസ്, ആ തുകയിൽ നിന്നും ലെസ് എന്തുവാണ് ക്ലോസിങ് സ്റ്റോക്ക്. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. എന്ത് കിട്ടും? ഡയറക്റ്റ് മെറ്റീരിയൽ കിട്ടും. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ഇനി അതിൻ്റെ താഴെ അടുത്ത് എഴുതുന്നത് ഡയറക്റ്റ് ലേബർ അല്ലെങ്കിൽ ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് ലേബർ അതിൻ്റെ തൊട്ട് താഴെ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതും. അപ്പോൾ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. 3 കാര്യങ്ങൾ. അപ്പോൾ കോസ്റ്റ് ഷീറ്റിൽ ആദ്യം എഴുതുന്ന 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഇത് 3 കൂടെ എഴുതുന്നു. ഇതും കൂടെ 3 കൂടെ എഴുതി കൂട്ടുന്നു. ഇത് 3 കൂടെ എഴുതി കൂട്ടുമ്പോൾ നമുക്കൊരു തുക കിട്ടും. ഡയറക്റ്റ് മെറ്റീരിയൽ 1 ലക്ഷം, ഡയറക്റ്റ് ലേബർ 1 ലക്ഷം, ഡയറക്റ്റ് എക്സ്പെൻസ് 1 ലക്ഷം. 3 1 ലക്ഷം വെച്ചാണ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ 1 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. ഡയറക്റ്റ് ലേബർ 1 ലക്ഷം ക്വസ്റ്റിന് തന്നെന്ന് വിചാരിക്കുക. ഡയറക്റ്റ് എക്സ്പെൻസ് ക്വസ്റ്റിനിൽ 1 ലക്ഷം തന്നെന്ന് വിചാരിക്കുക. ഇത് 3 കൂടെ കൂട്ടുമ്പോൾ നമ്മൾ എഴുതുന്നത് 3 കൂടെ കൂട്ടി താഴോട്ട് എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്ന 3 ലക്ഷം രൂപയാണ്. ഈ 3 ലക്ഷത്തിനെ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. ഈ 3 ലക്ഷത്തെ വിളിക്കുന്ന പേരെന്തുവാണ്? പ്രൈം കോസ്റ്റ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റിൻ്റെ ആദ്യത്തെ ഒരു കമ്പോണൻറ്റ് കഴിഞ്ഞു. ആദ്യത്തെ കമ്പോണൻ്റാണ് പ്രൈം കോസ്റ്റ്. പ്രൈം കോസ്റ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതുന്നു, രണ്ടാമത് ഡയറക്റ്റ് ലേബർ എഴുതുന്നു, മൂന്നാമത് ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതുന്നു. ഡയറക്റ്റ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് 3 കൂടെ എഴുതുന്നു എമൗണ്ട് കോളത്തിൽ. അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ആ ടോട്ടലിനെ വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. ഞാൻ എഴുതിയിരിക്കുന്നുണ്ടോ? പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് ഈ 3 ടോട്ടലാണ്. അതുകൊണ്ടാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചത് പ്രൈം കോസ്റ്റ്. നമ്മുടെ കമ്പോണൻറ്റ്സ് ഓഫ് കോസ്റ്റിനകത്ത് ഏറ്റവും നമ്പർ 1 കമ്പോണൻ്റാണ് പ്രൈം കോസ്റ്റ്. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പ്രൈം കോസ്റ്റാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ കമ്പോണൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതുന്നു, പിന്നെ ഡയറക്റ്റ് ലേബർ എഴുതുന്നു, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതുന്നു. ഇത് 3 കൂടെ നമ്മൾ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. 3ാമത്തെ എമൗണ്ട് കോളത്തിൽ എഴുതുന്നു. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ കാണുന്നു. ആ ടോട്ടലിനെ വിളിക്കുന്നതാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിച്ചാൽ എങ്ങനെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇത് 3 കൂടെ കൂട്ടി വെക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. പ്രൈം കോസ്റ്റ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കമ്പോണൻറ്റ് കണ്ടുപിടിക്കണം. അടുത്ത കമ്പോണൻറ്റിലേക്ക് പോകുന്ന വഴിയാണ് അടുത്ത് എഴുതിയിരിക്കുന്നത്. ആഡ് ഫാക്ടറി ഓവർഹെഡ്. എന്തുവാ ഫാക്ടറി ഓവർഹെഡ് എന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇതെല്ലാം ക്വസ്റ്റിന് ഡയറക്റ്റ് തരും. നിങ്ങളെടുത്ത് കിട്ടാൻ മാത്രം മതി. ഫാക്ടറിയുമായി ബന്ധപ്പെട്ട ചെലവുകൾ. ആഡ് ഫാക്ടറി ഓവർഹെഡ്. വീണ്ടും ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്. വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ വർക്ക് ഇൻ പ്രോഗ്രസ്സിന് സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ അടുക്കളയെ വെന്തുകൊണ്ടിരിക്കുന്ന മീൻകറി. ഒരു വർക്ക് ഇൻ പ്രോഗ്രസ്സാണ്. വെച്ചാൽ കറി ആയോ? ഇല്ല, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രോഗ്രസ്സാണ്. ഒരു അരമണിക്കൂറിനും കഴിയണം അത് കറിയാവാൻ. അപ്പോൾ അത്ര ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ കൂട്ടേണ്ട എന്തൊക്കെയാണ്? ആഡ് നമ്പർ 1 ഫാക്ടറി ഓവർഹെഡ് കൂട്ടണം. അടുത്ത ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ആഡ് ചെയ്യണം. എന്നിട്ട് എന്തോ കുറയ്ക്കണം? ലെസ് ക്ലോസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ്. ലെസ് എന്തുവാണ്? ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് കുറയ്ക്കണം. അപ്പോൾ പ്രൈം കോസ്റ്റ് നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് 3 ലക്ഷം രൂപ പ്രൈം കോസ്റ്റ് ഇരിപ്പുണ്ട്. അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടത് ഫാക്ടറി ഓവർഹെഡ്. അടുത്ത ആഡ് ചെയ്യേണ്ടത് ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ലെസ് ക്ലോസ് ഇൻ വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പോൾ ഇതിങ്ങനെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ പ്രൈം കോസ്റ്റ് 3 ലക്ഷം ഉണ്ട്. ആഡ് ഫാക്ടറി ഓവർഹെഡ് 50,000, ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 50,000, ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് 50,000 എന്ന് പറയുമ്പോൾ ആഡ് ഫാക്ടറി ഓവർഹെഡ് 50,000 3 ലക്ഷം, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് 50,000 അപ്പോൾ 4 ലക്ഷമായി. ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് 50,000 കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു തുക കിട്ടും, 3.5 ലക്ഷം രൂപ കിട്ടും. ആ 3.5 ലക്ഷത്തെ വിളിക്കുന്ന പേരാണ് അടുത്ത കമ്പോണൻറ്റ് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ
ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നിങ്ങളിപ്പം ഈ ഫോർമാറ്റ് മാത്രം പഠിച്ചാൽ മതി. എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട. അത് ഞാൻ പറഞ്ഞു തരും. ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞു തരും. ഇപ്പോൾ നിങ്ങളുടെ ചുമതല എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന ഫോർമാറ്റ് അടിപൊളിയായിട്ട് പൊളി സാധനമായിട്ട് പഠിച്ചെടുക്കുക. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഡ്യൂട്ടി. അപ്പോൾ എന്താ പറഞ്ഞു, ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്, ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. ആഡ് എന്തുവാണ്? ഫാക്ടറി ഓവർഹെഡ്. പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ട ഐറ്റംസ് ആഡ് ഫാക്ടറി ഓവർഹെഡ്, വീണ്ടും ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, പിന്നെ കുറയ്ക്കേണ്ട ഐറ്റം ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. ഇത് മൂന്നും കൂടെ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്കൊരു തുക കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് വർക്ക് കോസ്റ്റ്, അതല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ അടുത്ത കമ്പോണൻറ്റ് കിട്ടി, വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതണം, പിന്നെ ഡയറക്റ്റ് ലേബർ എഴുതണം, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതണം. ഇത് മൂന്നും കൂടെ എഴുതി കൂട്ടുമ്പോൾ, ഇത് മൂന്നിൻ്റെയും കൂടെ എമൗണ്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക വിളിക്കുന്ന പേരാണ് പ്രൈം കോസ്റ്റ്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇത് മൂന്നും കൂടെ എഴുതുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ഒരു 3 ഐറ്റം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ആഡ് 2 ഐറ്റം ആഡ്, ഒരെണ്ണം ലെസ്. ആഡ് ചെയ്യുന്ന ഐറ്റംസ് ആഡ് ഫാക്ടറി ഓവർഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ 2 ആഡും ഒരു ലെസ്സും കൂടെ കഴിയുമ്പോൾ നമുക്കൊരു തുക കിട്ടും. മക്കളെ, ആ തുകയെ വിളിക്കുന്ന പേരാണ് എന്തുവാണ്? വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ എന്തുവാണ്? ഫാക്ടറി കോസ്റ്റ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്ന എന്തുവാ? വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ എന്തുവാണ്? ഫാക്ടറി കോസ്റ്റാണ്. അപ്പോൾ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് 1 മിനിറ്റ് ഒന്ന് വായിച്ച് നോക്കിയാൽ വർക്ക് കോസ്റ്റും ഫാക്ടറി കോസ്റ്റ് വരെ 1 മിനിറ്റ് തരാം. ഒന്ന് വർക്ക് കോസ്റ്റ് ഫാക്ടറി കോസ്റ്റ് വരെ എങ്ങനെയാണ് കണ്ടുപിടിച്ചെന്ന് വായിച്ച് നോക്കിയേ. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ എഴുതി, പിന്നെ ഡയറക്റ്റ് ലേബർ എഴുതി, പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസ് എഴുതി. ഇത് മൂന്നും കൂടെ എഴുതി കൂട്ടിയപ്പോൾ എന്ത് കിട്ടി? പ്രൈം കോസ്റ്റ് കിട്ടി. ആ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തു, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആഡ് ചെയ്തു, ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്ത 2 ഐറ്റം ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്തു, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. എന്നിട്ട് അതിൽ നിന്ന് എന്തോ കുറച്ചു? ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് കുറച്ചു, ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്തുവാണ്? വർക്ക് കോസ്റ്റ്, അതുമല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. അപ്പോൾ നമ്മുടെ കയ്യിൽ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ഇരിപ്പുണ്ട് അല്ലേ? അപ്പോൾ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ എന്തുവാണ്? ഫാക്ടറി കോസ്റ്റ് ഇരിപ്പുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഒരു സാധനം ആഡ് ചെയ്യണം. ആഡ് അടുത്ത ഐറ്റം ആടാൻ പോവുക. അടുത്ത ആഡ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്സ്. ഇതേ കണക്ക് കാണാൻ പഠിക്കേണ്ടതാണേ, ഉടായിപ്പിക്കല്ലേ. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, അവിടുത്തെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചിലവുകൾ. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പോൾ വർക്ക് കോസ്റ്റ് 3.5 ലക്ഷം കിട്ടിയെന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് 1 ലക്ഷം. അപ്പോൾ ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പോൾ 3.5 ലക്ഷം രൂപ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ ആഡ് ചെയ്തെന്ത് 1 ലക്ഷം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 3.5 ലക്ഷത്തിൻ്റെ 1 ലക്ഷം കൂട്ടുമ്പോൾ 4.5 ലക്ഷം രൂപ കിട്ടും. അതാണ് അടുത്ത കമ്പോണൻറ്റ്. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ വന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പം ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്, അതിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർഹെഡും ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസും ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസും കൂടെ ചെയ്യുമ്പോൾ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. ഈ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം എന്തുവാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. നിങ്ങൾക്ക് കിട്ടുന്ന സാധനത്തിൻ്റെ പേരെന്തുവാണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ.
അപ്പോൾ നമ്മുടെ കയ്യിൽ എന്തുവരെ വന്ന് കിടക്കുക? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ എത്തി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ എത്തി. ഇനി അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂട്ടുകയും ഒരു ഐറ്റം കുറയ്ക്കുകയും ചെയ്യണം. ഒരു ഐറ്റം കൂട്ടുകയും ഒരു ഐറ്റം കുറയ്ക്കുകയും ചെയ്യണം. ആഡ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ കയ്യിലിരിപ്പുണ്ടേ, അതിൻ്റെ കൂടെ അടുത്ത ഐറ്റം ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യണം. ലെസ് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യണം. ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ ഞാൻ ഒന്നും കൂടെ പറയാം. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടെ കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തുവാ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ എൻ്റെ പൊന്നുമക്കൾക്കെല്ലാം സെറ്റായെന്ന് വിചാരിക്കുന്നു. സെറ്റായോടാ മക്കളെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ സെറ്റായോ? ഓക്കെ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ എൻ്റെ പൊന്നുമക്കൾക്കെല്ലാം സെറ്റായി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ അടുത്തത് ഒരു സാധനം കൂട്ടി ഒരു സാധനം കുറയ്ക്കുകയും ചെയ്യണം. ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് കൂട്ടണം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് കുറയ്ക്കണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ താഴെ എഴുതേണ്ടത് എന്തുവാണ്? ആഡ് ചെയ്യേണ്ടത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഓപ്പണിംഗ് കൂട്ടണം, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്ലോസിംഗ് കുറയ്ക്കണം. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ആഡ് എന്തുവാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കണം. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് എന്തുവാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയും ചെയ്യുക. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വരെ നമ്മുടെ ഇരിപ്പുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് എന്തുവാണ്? ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. ലെസ് എന്തുവാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്കൊരു തുക കിട്ടും. അതിനെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അടുത്ത കമ്പോണൻറ്റ് കിട്ടി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയും ചെയ്താൽ എന്തോ കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ നമ്മൾ പ്രൈം കോസ്റ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു, വർക്ക് കോസ്റ്റ് കണ്ടുപിടിക്കാൻ പഠിച്ചു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കണ്ടുപിടിക്കാൻ പഠിച്ചു, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ പഠിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂടും പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ചിലവ് കൂട്ടണം, ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നടത്തിയതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ചെയ്യുമ്പോൾ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുകയും ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന തുകയെ വിളിക്കുന്ന പേരാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. എൻ്റെ പൊന്നു മക്കളെ, അത്രയും നല്ലോണം വായിച്ച് നോക്കിയേ. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടിയപ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് കൂട്ടിയിട്ട് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കൂട്ടിയിട്ട് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കുറച്ചപ്പോൾ ആഡ് ഫാക്ടറി ഓവർഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടിയപ്പോൾ ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടിയപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയും ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്.
കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ കൂടെ സെയിൽസുമായി ബന്ധപ്പെട്ട ചെലവുകൾ കൂട്ടുക. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ കൂടെ സെല്ലിങ്ങുമായി ബന്ധപ്പെട്ട ചെലവുകൾ, വിൽക്കുവാൻ വേണ്ടിയിട്ടുള്ള ചെലവുകൾ കൂട്ടുക. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടുക. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്, വിൽപ്പന ചെലവുകൾ കൂട്ടുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന തുകയെ വിളിക്കുന്ന പേര് അടുത്ത കമ്പോണൻറ്റ് കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂട്ടിയാൽ, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് അല്ലെങ്കിൽ എക്സ്പെൻസ് കൂട്ടിയാൽ നമുക്ക് കിട്ടുന്ന എന്തുവാണ്? കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5 കമ്പോണൻറ്റ് പഠിച്ചു. അപ്പോൾ നമുക്ക് നോക്കാം. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട ചെലവുകൾ കൂട്ടുമ്പോൾ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയും ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. ഈ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നു. അപ്പോൾ ഇത്രയൊന്നും നല്ലോണം വായിച്ചു നോക്കിയ കോസ്റ്റ് ഓഫ് സെയിൽസ് വരെ. മക്കളെ തീർന്നു പരിപാടി കഴിഞ്ഞ് ഒരു കാര്യം കൂടെ പറഞ്ഞാൽ മതി. നല്ലോണം വായിച്ചു നോക്കി. ഈ ഒരു ബുക്കിൽ, വലിയൊരു ബുക്കാണിത്. ഈ ബുക്കിനകത്ത് ഈ ഫോർമാറ്റ് ഞാൻ എഴുതിയാണിത്. അതാ കൈയക്ഷരമൊക്കെ എന്തുകൂട്ടൊക്കെ ഇരിക്കുന്ന. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് അടുത്ത പേജിൽ. അപ്പോൾ താഴോട്ട് നിങ്ങൾ വരയ്ക്കണം. നിങ്ങൾ ഇത്തിരി വലുതായിട്ട് വരച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴോട്ടുള്ള കാര്യം അപ്പുറത്തെ പേജ് ഉണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷനാണ് കേട്ടോ. നമ്മൾ കോസ്റ്റ് ഓഫ് സെയിൽസ് വരെ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ് കിട്ടി. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർഹെഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും കൂട്ടിയിട്ട് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് കുറയ്ക്കുമ്പോൾ വർക്ക് കോസ്റ്റ് കിട്ടി. വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടി. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കിട്ടി. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടി. സായിപ്പിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്, വി ഗെറ്റ് പ്രൈം കോസ്റ്റ്. ആഡ് ഫാക്ടറി ഓവർഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ദെൻ വി ഗെറ്റ് വർക്ക് കോസ്റ്റ്. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, വർക്ക് കോസ്റ്റിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, അപ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. അതിൻ്റെ കൂടെ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തുവാണ്? കോസ്റ്റ് ഓഫ് സെയിൽസ്. അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഡയറക്റ്റ് മെറ്റീരിയലും ഡയറക്റ്റ് ലേബറും ഡയറക്റ്റ് എക്സ്പെൻസും കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, അപ്പോൾ നമുക്ക് കിട്ടും വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ആഡ് എന്തുവാണ്? അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കൂട്ടുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുന്നു. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആഡ് ചെയ്യുകയും ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. അതിൻ്റെ കൂടെ ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് സെയിൽസ്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിയാൽ, കണ്ടിന്യൂഷനാണ് കേട്ടോ. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിയാൽ, പ്രോഫിറ്റ് അതിൻ്റെ തൊട്ട് താഴെ എഴുതുക. കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ, എനിക്ക് സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇപ്പുറത്തോട്ട് എഴുതിയത്. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടിയാൽ നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടും സെയിൽസ്. അപ്പോൾ ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ എന്ത് കൂട്ടിയാൽ? പ്രോഫിറ്റ് കൂട്ടിയാൽ എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് ഷീറ്റ് കഴിഞ്ഞു. മക്കളെ ഇത് ഇങ്ങോട്ട് പഠിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വാ. ഇത് പഠിച്ചിട്ട് എനിക്കൊരു മെസ്സേജ് അയക്ക്. ഈ 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും, ഞാൻ സെറ്റാക്കി തരും. പക്ഷെ ഇത് പഠിക്കണം, ഉടായ്പ് കാണിക്കരുത്. ഇത് പഠിച്ചാൽ മതി, ഈ ഒരു ഫോർമാറ്റ് പഠിച്ചാൽ മതി.
ഈ ഒറ്റ ഫോർമാറ്റ് പഠിച്ചാൽ മതി. കോസ്റ്റ് ഷീറ്റിൻ്റെ ഏത് അങ്ങേയറ്റത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എൻ്റെ പൊന്നുമക്കൾ ചെയ്യും. പക്ഷേ ഇത് പഠിക്കണം. അപ്പോൾ ഒന്നും കൂടെ നോക്കാം. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. കോസ്റ്റ് ഷീറ്റിൻ്റെ ഫോർമാറ്റിൽ 3 കോളം: കമ്പണൻസ് ഓഫ് കോസ്റ്റ്, എമൗണ്ട്. ആദ്യം ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കണം. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ്. ഡയറക്റ്റ് മെറ്റീരിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. എങ്ങനെയാണ്? ഓപ്പൺ സ്റ്റോക്ക്, ആഡ് പർച്ചേസ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് 3 കൂടെ കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്. ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് 3 കൂടെ കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ രണ്ട് ഐറ്റം കൂട്ടുകയും ഒരു ഐറ്റം കുറയ്ക്കുകയും ചെയ്യണം. ആഡ് ഫാക്ടറി ഓവർ ഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ്. അപ്പോൾ നമുക്ക് കിട്ടും പ്രൈം കോസ്റ്റിൻ്റെ കൂടെ ആഡ് ഫാക്ടറി ഓവർ ഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് എന്തുവാ ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റ്. ഈ വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ഒരു ഐറ്റം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. ആ ഒരു ഐറ്റമാണ് വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. വർക്ക് കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി കോസ്റ്റിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് കൂട്ടുന്നു. അപ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഒരു ഐറ്റം കൂട്ടുകയും ഒരു ഐറ്റം കുറയ്ക്കുകയും ചെയ്യണം. ആഡ് ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് കിട്ടും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിൻ്റെ കൂടെ ഒരു ഐറ്റം കൂട്ടുക. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അങ്ങോട്ട് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് മാത്രം അങ്ങോട്ട് കൂട്ടിയാൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടും. എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. അപ്പോൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് പ്രൈം കോസ്റ്റ്. ആഡ് ഫാക്ടറി ഓവർ ഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് വർക്ക് കോസ്റ്റ്. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടുന്നു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടുന്നു. ആഡ് പ്രോഫിറ്റ് ചെയ്യുമ്പോൾ സെയിൽസ് കിട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് ഇത് 3 കൂട്ടുമ്പോൾ പ്രൈം കോസ്റ്റ്. അതിൻ്റെ കൂടെ ഫാക്ടറി ഓവർ ഹെഡും ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സും കൂട്ടിയിട്ട് ക്ലോസ് ഇൻ വർക്കിംഗ് പ്രോഗ്രസ് കുറയ്ക്കണം. ആഡ് ഫാക്ടറി ഓവർ ഹെഡ്, ആഡ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്, ലെസ് ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. അതിൻ്റെ കൂടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ് കൂട്ടുക. ആഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർ ഹെഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കൂട്ടുകയും ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെ കൂടെ ആഡ് ഓപ്പൺ സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. അതിൻ്റെ കൂടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് കൂട്ടുക. ആഡ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഹെഡ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ഈ കോസ്റ്റ് ഓഫ് സെയിൽസിൻ്റെ കൂടെ പ്രോഫിറ്റ് കൂട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കിട്ടും. ഇത് നല്ല വൃത്തിക്ക് 3-4 പ്രാവശ്യം എഴുതി കാണാതെ പഠിക്കുക. ഈ പാഠം 15 മാർക്ക് ഞാൻ നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരാം പഠിച്ചാൽ.